ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഓഗസ്റ്റ് 3-ാം വാരം BCCI പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, ഹിർണി ഓപ്പറേഷനെ തുടർന്ന് റെസ്റ്റിലിരുന്ന സൂര്യകുമാർ യാദവ് ആവട്ടെ NCA ക്ലിയറൻസ് ലഭിക്കുന്നതിന് വേണ്ടി താരം ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ എത്തിയിട്ടുണ്ട്. സോ പ്രോബബിളി സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ഏഷ്യാകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇത്തവണയാവട്ടെ ഏഷ്യാകപ്പ് ആവട്ടെ T20 മോഡലിലായിരിക്കും നടക്കാൻ പോകുക. എന്നാൽ മറ്റൊരു കാര്യം, ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്നുള്ള റിപ്പോർട്ടും കാണപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ IPL വളരെ മികച്ച പ്രകടനം നടത്തിയ യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗിൽ, അതുപോലെ സായി സുദർശൻ ഈ ഒരു താരങ്ങളെ പരിഗണിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഗില്ലും ജയ്സ്വാളും സായി സുദർശനും വളരെ മികച്ചൊരു പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സെലക്ടർമാർ ഇവരുമായി ബന്ധപ്പെട്ട് എത്തരത്തിലുള്ള തീരുമാനം എടുക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം KL രാഹുലുമായി ബന്ധപ്പെട്ടതാണ്. ഇതുവരെ ഇന്ത്യൻ T20 ടീമിന്റെ സെറ്റപ്പിൽ ഇല്ലാത്ത KL രാഹുൽ ഏഷ്യാകപ്പ് ടീമിലേക്ക് മടങ്ങി വന്നേക്കും. ഏഷ്യാകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പറായിട്ട് ഇടം പിടിച്ചേക്കും എന്നുള്ള ചില സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി രാഹുൽ വരികയാണെങ്കിൽ സഞ്ജു ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് അങ്ങ് മാറും. രാഹുൽ വരികയാണെങ്കിൽ രാഹുലായിരിക്കും മെയിൻ വിക്കറ്റ് കീപ്പർ ആയിട്ട് കളിക്കുക. അങ്ങനെ വരുമ്പോൾ സഞ്ജു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ഇരിക്കേണ്ടി വരും. ഋഷഭ് പന്ത് ഏഷ്യാകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ട് ടൈംസ് പോലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.